അപ്പോൾ അതായത് നമ്മൾ ഈ 2 അക്വേറിയങ്ങളിലും വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കുറച്ച് മേജറായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല, ഇതിൻ്റെ അടിയിൽ നമ്മൾ കുറേ പോട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കളറുള്ള പോട്ടുകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ മുമ്പ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെടികൾ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ചെടികളെല്ലാം നമ്മൾ ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അന്ന് നമ്മൾ ചെയ്തപ്പോൾ ലൈറ്റ് കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റും. അടിഭാഗത്ത് കണ്ടില്ല, എല്ലാ പോട്ടുകളും എടുത്ത് മാറ്റിയപ്പോൾ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലൈറ്റും കിടക്കുന്നുണ്ട്. ഈ ചില്ലുകളിൽ തട്ടിയിട്ട് ലൈറ്റ് റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ചെടികൾക്ക് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടും. അടിഭാഗത്ത് പണ്ട്, അതായത് മുമ്പ് ഈ പോട്ടുകൾ ഇരുന്ന സമയത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഉൾഭാഗത്ത് നിൽക്കുന്ന ചെടികൾക്ക് അത്ര ലൈറ്റ് കിട്ടുന്നുണ്ട്. കാരണം നിറച്ച് ചെടികളുള്ളതുകൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതുപോലെ അടിഭാഗത്ത് നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 360 ഡിഗ്രി നല്ല രീതിയിൽ ലൈറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ അടിഭാഗം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ജസ്റ്റ് ഒരു സൈഫൺ ഉപയോഗിച്ച് നമുക്ക് അടിയിലുള്ള വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് വലിച്ച് കളയാം. പോട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലീനിങ്ങും എളുപ്പമാണ്, വാട്ടർ ചേഞ്ചും എളുപ്പമാണ്. വീക്കിലി ഒരു 30% വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഈ അടിഭാഗത്ത് കിടക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഒരു സൈഫൺ ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് വലിച്ച് കളയാം. അപ്പോൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ ജാഫോണിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നമ്മൾ തിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഒരു മീഡിയം സൈസിലേ വളരൂ. നല്ല വലിയ സൈസിലേക്ക് ഈ പ്ലാന്റ്സ് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിൽ എണ്ണം കുറച്ച് നമ്മൾ പ്ലാന്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ അവരെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ല, അവർ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. 2 അക്വേറിയങ്ങളിൽ നമ്മൾ ഓരോ പെയറിന് വീതം 2 അക്വേറിയങ്ങളിലും ഇട്ടിട്ടുണ്ട്. 2 അക്വേറിയങ്ങളിലും അവർ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. എങ്കിലും ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരെ മുമ്പ് ഇട്ടായിരുന്നത് ഔട്ട്ഡോർ ടാങ്കിലാണ്. ആ ടാങ്ക് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ആംബിയൻസിലാണ് കിടക്കുന്നത്. അതായത് ഫുള്ളായിട്ട് ആൽഗെ അടിച്ച് പച്ച കളറിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർ അതിനകത്താണ് കുറേ നാളായിട്ട് വളർന്ന് വലുതായെന്ന് തന്നെ പറയാം. മീഡിയം സൈസ് തൊട്ട് ഈ ഒരു അഡൾട്ട് സൈസിലേക്ക് അവർ വളർന്ന് വലുതായത് ആ ഒരു ടാങ്കിൽ കിടന്നിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത്തരത്തിൽ 360 ഡിഗ്രി ലൈറ്റ് അടിക്കുന്ന ഒരു അക്വേറിയത്തിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവരെ ഇതിലേക്ക് മാറ്റി അക്വേറിയം റീസെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഈ ഒരു 2 ദിവസം കൊണ്ട് ഈ ഗപ്പികൾ ഇതിനകത്ത് അഡാപ്റ്റ് ആവില്ല. മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാരണമാണ്, അവർ ആ ഒരു ആൽഗെ വാട്ടറിലാണ് കിടന്നിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് മാറ്റുമ്പോൾ, അതുപോലെ തന്നെ അക്വേറിയവും ആണ്, അതായത് ഗ്ലാസ് ആണ്, ലൈറ്റ് നല്ല രീതിയിൽ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ മിനിമം ഒരാഴ്ചയ്ക്കാണ് പറയുന്നത്. ഒരാഴ്ച കൊണ്ടൊക്കെ അവർ സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുമ്പ് ഇതിൽ കിടന്നിരുന്ന ഗപ്പികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് അവർ അങ്ങനെ പേടിച്ച് മാറി നിൽക്കുകയൊന്നുമില്ല. അവർ മുകളിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും. പിന്നെ തീറ്റ കൊടുക്കുന്നതെന്നൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മുകളിൽ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ ഇവർ കണ്ടില്ലേ, ഈ അടിഭാഗത്താണ് നടക്കുന്നത്. അവർ നമ്മൾ വരുമ്പോൾ താഴേക്ക് ഓടിപ്പോകുന്നൊക്കെ ഉണ്ട്. അതായത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പേടിച്ച് മാറി നിൽക്കുകയാണ് നമ്മൾ അടുത്തേക്ക് വരുന്ന സമയത്തൊക്കെ. കണ്ടില്ലേ, അവിടെ ഫീമെയിൽ നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരി ഇങ്ങനെ മാറി ഒളിച്ച് നിൽക്കുകയാണ്. അതായത് 2 ദിവസം ആയിട്ടുള്ളൂ. അവർ ഫുള്ളായിട്ട് ഈ ഒരു അക്വേറിയത്തിൽ അഡാപ്റ്റ് ആയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആൽഗെ വാട്ടറിൽ നിന്ന് ഈ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലേക്കും പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ഹെവി ആയിട്ട് അടിക്കുന്നത് കൊണ്ട് അവർ കുറച്ച് സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് മാറാനായിട്ട് ഒരാഴ്ച എടുക്കും. ഈ ഒരാഴ്ച സമയം കൊണ്ട് വേണമെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇവർ ഓൾറെഡി ഹൈ സ്ട്രെസ്സൊക്കെ ആവുകയാണെങ്കിൽ, സ്ട്രെസ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സ്ട്രെസ്സിൽ ആയിരിക്കുന്ന സമയത്ത് മീനുകളുടെ ഇമ്മ്യൂൺ ലെവൽ വളരെ കുറവായിരിക്കും. അതായത് ഇമ്മ്യൂണിറ്റി വളരെ ലോ ആയിരിക്കും. ആ സമയത്തായിരിക്കും ഇവർക്ക് മറ്റു അസുഖങ്ങൾ പെടാനുള്ള സാധ്യത. അതായത് ഫംഗസ് അല്ലെങ്കിൽ ഡ്രോപ്സി പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സ്ട്രെസ്സ് വരാനും ആ സ്ട്രെസ്സ് കൂടാനും പിന്നെ അത് അസുഖങ്ങളായിട്ട് മാറാനും ഒക്കെയുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ്. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നാലേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും അവരങ്ങ് അഡാപ്റ്റ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ അവർ ഹാപ്പി ആയിരിക്കും, അവരുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഹൈ ആയിരിക്കും. പിന്നെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതായത് കൃത്യമായിട്ട് വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് ഫീഡ് ചെയ്യുക. അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് 2 അക്വേറിയത്തിലും കിടക്കുന്ന മെയിലിനും ഫീമെയിലിനും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. കാരണം ഇവർ ഫുള്ളി ആക്റ്റീവ് ആയിട്ടില്ല. ആൾക്കാർ ഓക്കെയാണ്, പക്ഷേ ഫുള്ളി ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഫുള്ളി ആക്റ്റീവായിട്ട് വരാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയൊക്കെ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഫീഡ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചെറിയ പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ചെറിയ രീതിയിൽ കഴിക്കുന്നുണ്ട്, പക്ഷേ മുമ്പത്തെ ഔട്ട്ഡോർ ടാങ്കിലൊക്കെ കഴിക്കുന്ന പോലെ അത്ര ആക്റ്റീവായിട്ട് കഴിക്കുന്നില്ല. അതിൽ തന്നെ മനസ്സിലാക്കാം ഇവർ ഫുള്ളായിട്ട് ഈ ഒരു ടാങ്കിൽ അഡാപ്റ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം.
നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ തന്നെത്താനെ അഡാപ്റ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫീഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കഴിക്കണം. അവർ തീരെ കഴിക്കാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. തീരെ കഴിക്കാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം അവരുടെ സ്ട്രെസ്സ് മാറിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് അത് സീരിയസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തിലേക്ക് കൺവേർട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് മോണിറ്റർ ചെയ്യുന്നത്. ഇവർ ചത്തുപോകാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് വേറെ ഫീമെയിലിനെ എടുക്കേണ്ടി വരും. മെയിൽ നമ്മുടെ കയ്യിലില്ല, 2 മെയിലേ ഉള്ളൂ. അപ്പോൾ ഒരു ഫീമെയിൽ വേറെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഔട്ട്ഡോർ ടാങ്കിൽ, അതിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് ഇടാം. മെയിൽ പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് വാങ്ങേണ്ടി വരും. വാങ്ങുകയെന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ഒന്നും അല്ല. പെയറിന് 80 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഈ ഗപ്പികളുടെ ഇഷ്യൂ കാര്യങ്ങളൊന്നും വലിയ ഇഷ്യൂ ഇല്ല. ഇനി വല്ല മോൺസ്റ്റർ ഫിഷുകളുടെയൊക്കെ കേസാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ അലിഗേറ്റർക്കാരൊക്കെ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് വന്ന് ഡെഡായി പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് ഈ പറഞ്ഞ പോലെ 600-650 രൂപ കൊടുത്താണ്. അത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഗപ്പികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. കാരണം അത്രയും വിലയുള്ള മീനുകളല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയ പോട്ടുകളെല്ലാം നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ അതെടുത്ത് യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു 2 അക്വേറിയങ്ങളിലും വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് സ്ഥിതിഗതികളൊക്കെ ചെക്ക് ചെയ്ത് ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാം.